ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനാണ് കേട്ടോ എൻ്റെ പ്ലാൻ. ഇന്ന് ഫുള്ളും എനിക്ക് തോന്നുന്നു പിള്ളേരുടെ കൂടെ നിൽക്കുന്ന വീഡിയോസ് ആയിരിക്കും കൂടുതൽ കാണാൻ പോകുന്നത്. അപ്പോൾ പൊന്നെ എണീറ്റ് വന്നിട്ടുണ്ട്. കുറച്ച് നേരം പൊന്നയുടെ കൂടെ ഇങ്ങനെ അടുക്കളയിൽ വന്നിട്ട് സംസാരിക്കാണ് കേട്ടോ. അവന് ഇഷ്ടമാണ് വീഡിയോയിലൊക്കെ വരുന്നത്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ പുറത്ത് പോയി കുറച്ച് നേരം വെയിലൊക്കെ കൊണ്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ചൂട് കൂടിയപ്പോൾ നമ്മൾ പിന്നെ അകത്ത് കയറി. എണീറ്റ് വന്നില്ല. ഇനിയും കാത്തു എണീറ്റ് വന്നിട്ട് കാണിക്കാം കേട്ടോ. അല്ലേടാ, ഞാനിപ്പോൾ ഇച്ചിരി കുറുക്കൊക്കെ കുടിച്ചിട്ട് ഇരിക്കുകയാണ്. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് കുളിപ്പിക്കാൻ കൊണ്ടുപോകും. അല്ലേടാ, ആണോ ആണോടാ ആണോടാ. അപ്പം അകത്തോട്ട് പോട്ടെ, ഇച്ചിരി ചൂടുണ്ട് അല്ലേ. നമുക്ക് അകത്ത് പോവാം. ആയിട്ട് പോവാം. ആറ്റ് പോവാ. അപ്പം അത് പോവാണ്. ഇത് കാത്തൂനെ എണീപ്പിക്കുന്ന സീനാണ് കേട്ടോ കാണുന്നത്. എപ്പോഴും എന്നെക്കാട്ടിലും മുമ്പ് എണീക്കുന്ന പാർട്ടിയാണ്. ഇന്നിപ്പം വീഡിയോ എടുക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഇന്ന് അവൾ താമസിച്ച് എണീറ്റെ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കാത്തും പൊന്നേയും കൂടെ സ്നേഹപ്രകടനവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ കണ്ടു നിൽക്കാനൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. കുറച്ച് നേരം ഞങ്ങൾ അങ്ങനെ ടൈം അവിടെ അങ്ങ് സ്പെൻഡ് ചെയ്തു. ഇവളൊരു മാല വായിലിട്ടു, അത് പൊട്ടി. അത് ശരിയാക്കാൻ പറ്റിയില്ല അല്ലേ. അപ്പൊ ഇതും വീണ്ടും പൊട്ടിക്കഴിഞ്ഞ് ശരിയാകത്തില്ല. അതിനുശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ചപ്പാത്തിയും എഗ് കറിയുടെ ഗ്രേവിയാണ്. പിന്നെ ബുൾസൈ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കി. എനിക്കിങ്ങനെ കഴിക്കാനാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. നെക്സ്റ്റ് പൊന്നാട കുളിസീനാണ്. നെക്സ്റ്റ് എപ്പോഴും ഈ ഒരു ടൈം ആകുമ്പോൾ എല്ലാവരും ഒരു ഇത് ഫുഡെല്ലാം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് പൊന്നായ കുളിപ്പിക്കുന്ന ടൈമാണ്. അതിനുശേഷം ഞാനും പെപ്പിയും കാത്തും കൂടെ പുറത്തോട്ട് പോകണം കേട്ടോ. കാത്തുവിന് വിറ്റാമിൻ എയുടെ തുള്ളിമരുന്ന് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ അവൾ ഔട്ട്ഫിറ്റ് ചെക്ക് നോക്കുകയാണ് കേട്ടോ. ഉടുപ്പൊക്കെ ഇങ്ങനെ കാണിച്ചൊക്കെ തരികയാണ്. ഇതാണ് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത്. ഫുൾ സ്ലീവ് ബ്ലാക്ക് ടോപ്പും പിന്നെ ഒരു ഫ്ലോറൽ പ്രിൻ്റുള്ള സ്കേർട്ടും. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഔട്ട്ഫിറ്റ്. അപ്പോൾ കാത്തൂനെ ആശുപത്രി കൊണ്ടുപോയിട്ട് ഇപ്പോൾ വന്നേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പം ഞാൻ എണ്ണ വയ്ക്കാൻ പോകാം, കുളിക്കണം. ഭയങ്കര കുറച്ച് ദിവസമായിട്ട് ഞാൻ തല നനച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ അസ്വസ്ഥത കൊണ്ട് ഞാനിവിടെ വന്നപ്പോൾ പാരച്യൂട്ടിൻ്റെ ഓയിലാണ് കേട്ടോ എടുക്കുന്നത്. ഞാൻ നീലബൃങ്കാതിയോ പിന്നെ ഈ വാവിൻ്റെ ഓയിലൊക്കെയാണ് എപ്പോഴും അപ്ലൈ ചെയ്യാറുള്ളത്. വീട്ടിൽ ഇത് ഷാമ്പു ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പാരച്യൂട്ട് അപ്ലൈ ചെയ്യുകയാണ്. ഇന്നിപ്പം തുള്ളിമരുന്ന് ഇത് കൊടുക്കാൻ പോയതാണ്. വിറ്റാമിൻ എയുടെ തുള്ളിമരുന്ന് കൊടുക്കാൻ പോയതാണ് കേട്ടോ. കാത്തിന് പിന്നെ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് നല്ല ടേസ്റ്റ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. മധുരം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. അവൾക്ക് ഇഷ്ടമാണ്. അവളെപ്പോഴും എക്സൈറ്റഡ് ആണ് ഈ തുള്ളിമരുന്ന് കൊടുക്കാൻ പോകുന്ന സമയത്ത്. കഴിഞ്ഞു. ഞാനിപ്പോൾ അങ്ങനെ എപ്പോഴും ഇങ്ങനെ മുടി വളർത്തുന്ന ഹെയർ ഗ്രോയിന് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളോ ഒന്നും ഞാനിപ്പോൾ ചെയ്യുന്നില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഇനി മുടി ഒത്തിരി വളർന്നു കഴിഞ്ഞാൽ കൂടെ ഇനി ഒരു 5 ഇയേഴ്സോളം ഞാൻ ഇനി മുടി ഇങ്ങനെ തന്നെ കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ പ്ലാൻ. ഇനി കുറച്ച് കഴിയുമ്പോൾ എന്നെ ആവും നടത്തില്ല. ചിലപ്പോൾ 2-3 വർഷം കഴിയുമ്പോൾ വളർത്തിയേക്കാമെന്ന് തോന്നി. വളർത്തുമെന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ഒരു പ്ലാൻ 5 വർഷത്തേക്ക് ഈ മുടി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനാണ്. ഒരുപാട് നീളം വെക്കാതെ. അത് കാരണം ഞാൻ മുടി വളരാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. പിന്നെ മുടി വെട്ടിയത് കാരണം ഉള്ളുകൊണ്ട് ഹെയറിന് പിന്നെ ഹെയർ ഫോളും കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ഇങ്ങനെ വേറെ എണ്ണയോ കാച്ചി എണ്ണയോ അങ്ങനെയൊന്നും അപ്ലൈ ചെയ്യുന്നേ ഇല്ല. ജസ്റ്റ് കുളിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഓയിലുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്ത് പാരച്യൂട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ അതുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്തിട്ട് പോയി ഷാമ്പു ചെയ്ത് കുളിച്ചിട്ട് വരും. കൂടുതലും അങ്ങനെയാണ്.
എനിക്ക് നേരത്തെ മുടിക്ക് സ്പ്ലിറ്റൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ. ഹെയർ ഫോൾ ഉണ്ടായി, മുടി ഭയങ്കര ഡ്രൈ ആയി, സ്പ്ലിറ്റ് ആവാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഹെയർ ഞാൻ കളർ ചെയ്തപ്പോൾ ഫുള്ളും സ്പ്ലിറ്റായി വന്നു. പിന്നെ ഇതിപ്പം ലെയർ അടിച്ച് ഇത്രയും നീളം കുറച്ച് കാരണം ഇപ്പോൾ എൻ്റെ ഹെൽത്തി ഹെയർ ആണ് കേട്ടോ ഇപ്പോൾ എനിക്കുള്ളത്. അത് കാരണം എനിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും എളുപ്പമാണ്. ഇത് കോഫി പൗഡറും ടൊമാറ്റോയും വാട്ടറും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊരു ജസ്റ്റ് ഒരു സ്ക്രബ് പോലെ യൂസ് ചെയ്യാം കേട്ടോ. ഇട്ടിട്ട് ഞാനിത് ഐസ് ക്യൂബ് ആക്കും, എന്നിട്ട് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് ഫേസിൽ കൊടുക്കും കേട്ടോ. അങ്ങനെയാണ് കൂടുതലും ഞാൻ ചെയ്യാറുള്ളത്. ഇപ്പം ഇതാണ് ഇവിടെ അവൈലബിൾ. അതിനകത്ത് കോഫി പൗഡറും ടൊമാറ്റോ ജ്യൂസും കൂടെ ഇട്ടിട്ട് അപ്ലൈ ചെയ്യണം. ഇപ്പം ഉണങ്ങിയതിന് ശേഷം വാഷ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട്, ഒത്തിരി ഹാർഷായിട്ടല്ല, ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ടേ കളയാവുള്ളൂ, വാഷ് ഔട്ട് ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഉണങ്ങട്ടെ, അതിന് ശേഷം കുളിക്കാൻ പോകണം കേട്ടോ. കുളിച്ചിട്ട് കാണാം. കുളിച്ചിട്ട് വന്നിട്ട് ഞാൻ ഇനി കുറച്ച് സ്കിൻ കെയർ ചെയ്യാം. അവൻ നല്ല കരച്ചിലാണ്, അവനെ പോയി എടുക്കണം. ടോണർ ഏതാണ്? ഗുഡ് വൈബ്സിൻ്റെ ടോണറാണ് കേട്ടോ. ഇതാണ് ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലതാണ് കേട്ടോ. ഇത് പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസറാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവും. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ കൂടുതലും വീട്ടിലിരിക്കുന്ന ടൈമാണ് ഇത് യൂസ് ചെയ്യുന്നത്. വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാൻ കൂടുതലും സ്കിൻ കെയർ ആണ് കേട്ടോ നോക്കുന്നത്. എനിക്കൊന്നെങ്കിൽ അലോവേറ ജെല്ലുണ്ട്, അതും ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യും. ഇതും ഇല്ലെങ്കിൽ അലോവേറ ജെല്ലും മാത്രമേ എനിക്ക് അപ്ലൈ ചെയ്താൽ ഓക്കെ ആവത്തുള്ളൂ. ഇത് സ്റ്റുഡിയോന്ന് വാങ്ങിച്ചൊരു ലിപ് ഡൂ ആണ്. ഇതിനകത്ത് ലിപ് ഗ്ലോസും ഉണ്ട്, ലിപ്സ്റ്റിക്കും ഉണ്ട്. അപ്പം ഇത് ഒത്തിരി നേരം ലോങ് ലാസ്റ്റ് ചെയ്യത്തില്ല, വീട്ടിലിരിക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം ഞാൻ കാണിക്കുന്നത് യഥാസൂത്രയുടെ കാജലാണ് കേട്ടോ. എപ്പോഴും നമ്മൾ ഐക്കോണിക് കാജലൊക്കെ പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ അത് തന്നെ യൂസ് ചെയ്യാതെ ഈ ആയുർവേദിക് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ഈ കണ്ണെഴുതാൻ വേണ്ടിയിട്ട് ഈ പൊന്നായിക്കാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത്, യഥാസൂത്രയുടെ കാജൽ. അപ്പോൾ ഞാനും കുറച്ചെടുത്ത് കണ്ണിനടിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ കുളിച്ചെല്ലാം കഴിഞ്ഞ് എനിക്ക് കുറച്ച് നേരം ക്ലാസ് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിപ്പോൾ വിശന്നു. അപ്പോൾ ഇത് നൈസിൻ്റെ ബിസ്ക്കറ്റും പിന്നെ ഒരു ജ്യൂസും ഞാൻ കുടിച്ചിട്ടോ. അങ്ങനെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ലഞ്ച് കഴിക്കാനുള്ള ടൈമായി. അപ്പോൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. ലഞ്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കപ്പലണ്ടി മുട്ടായി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു അത് കഴിക്കാൻ എല്ലാവർക്കും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു.
പിന്നെ കുറച്ച് നേരമൊക്കെ ടി വി കണ്ട് വെറുതെ ഇരുന്നു, കുറച്ച് നേരം കിടന്നു. അതൊക്കെ കഴിഞ്ഞ് ഈവനിങ് ടൈം ആയപ്പം പൊന്നേം കൊണ്ട് പുറത്ത് വന്നേക്കാണ് കേട്ടോ. കുറച്ച് നേരം അവനെയും കൊണ്ട് കളിച്ചൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കാപ്പിയൊക്കെ കുടിച്ചു. പിന്നെ എനിക്ക് ക്ലാസ്സും കാര്യങ്ങളുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഡിന്നർ കഴിക്കാൻ പോയി. ഇത് സോസേജാണ്. ഇത് ഉണക്കമീൻ ചമ്മന്തിയും ബീട്രൂട്ട് മെഴുക്കോട്ടിയും ഉണ്ട് കേട്ടോ. കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇത്രയും കറികളുണ്ട്. ഇപ്പോൾ എക്സ്ട്രാ വെച്ചിട്ടുള്ളത് സോസേജും പിന്നെ ഉണക്കമീൻ ചമ്മന്തി. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. മോരും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് ഞാൻ കഴിക്കാൻ പോകണം. ഇത്രയും നേരം എൻ്റെ ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ കഴിച്ച് കഴിഞ്ഞുടനെ ടി വി കാണും. ടി വി കണ്ട് കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് നേരം ടി വി കണ്ട് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് കിടന്നുറങ്ങുവാണ് കേട്ടോ. അപ്പം ഞാൻ ഫുഡ് കഴിക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ എൻഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ബൈ. സ്റ്റേ ട്യൂൺഡ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ.